എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ എടാ 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 പ്രാതയായി എന്തൊരു പറ്റിയടാ ഒന്നും പറയണ്ടാമ ആ മൂന്ന് നിൽക്കാൻ വയ്യാമ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് എന്ത് പറ്റി നൂന്ന് നിൽക്കാൻ വയ്യാത്തത്? അടി കിട്ടിയോമ എനിക്ക്. അയ്യോ ആരടാ നിന്നെ അടിച്ചത്? ചിട്ടിക്കാരൻ ചന്ദ്രണ്ണ ഇല്ലേ? എടാ ചന്ദ്രൻ മെനിയാന്ന് മരിച്ചോ ഇല്ലേ? ഓ അത് തന്നെ കാര്യം, എനിക്ക് അടി കിട്ടാനുള്ള കാര്യം. അയ്യോ ചന്ദ്രൻ മരിച്ചതിന് നിനക്കെന്തെന്നെ അടി കിട്ടിയത്? അമ്മ ചന്ദ്രണ്ണ മരിച്ച് നേരെ കൊണ്ട് ശ്മശാനത്തിലേക്ക് കൊണ്ട് അടക്കാനൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഞാനാണ് മുമ്പ് ഈ ആംബുലൻസിന്റെ മുമ്പ് പൂവാരി അറിയാൻ വേണ്ടി ഇരുന്നത്. ആ ഈ നാട്ടിൽ ആര് മരിച്ചാലും പൂവ് എടുത്തറിയാൻ വേണ്ടി നീ എന്നല്ല മുമ്പ് നിൽക്കുന്നത്. ഓ മാമ, ഇതെല്ലാം കഴിഞ്ഞ് അടക്കവും കഴിഞ്ഞ് തിരിച്ച് നേരെ വീട്ടിൽ വന്ന് ഈ അടക്കത്തിന് മുമ്പേ തന്നെ ഈ വാക്കിലേക്ക് ഇടൂലേ, അപ്പൊ എല്ലാത്തിനും സഹായിക്കാനൊക്കെ നിന്ന ഞാനാണ്. അതിനെന്ത് അപ്പോഴൊക്കെ ഇങ്ങനെ 3 മക്കളുണ്ട്. യുവമാരെ എന്നെ ഇങ്ങനെ ചിറയും പോലെ എനിക്ക് തോന്നി. അത് തോന്നിയതായിരിക്കും. ഞാനും വിചാരിച്ച അങ്ങനെ തന്നെ തോന്നിയതായിരിക്കുമെന്ന്. അപ്പൊ ചിറഞ്ഞത് തന്നെ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് മറ്റേ തേയില വെള്ളവും പയറും കൂടെ തിന്നൂലേ, ഞാൻ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ചെറുക്ക അടുത്തിരുന്ന് മൂത്തവൻ രതീഷ് എന്നെ ഇങ്ങനെ പിന്നെയും ചിറഞ്ഞു. എനിക്ക് തോന്നുന്നു നീ ചുമ്മാ ഈ പിന്നെ പയറ് ഒരുപാട് വാരി തിന്നിരിക്കും. ഇല്ലാമ എനിക്ക് തന്നതാണ് ഞാൻ തിന്നത്. പിന്നെ എന്തെന്നാടാ നിന്നെ അടിച്ചത്? അപ്പൊ ഞാൻ ചോദിച്ചടാ രതീഷേ, സഞ്ജയനൊക്കെ അടിക്കണ്ടേ? അത് തന്നെടാ നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കണം, അടിക്കാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്തോണ്ടിരിക്കണം. ഒരു 3 കറക്കം ഞാൻ കറങ്ങി പോയ മാമ അടി കിട്ടിയപ്പോ. അയ്യോ എനിക്ക് വേണം നീ എന്തെങ്കിലും പോക്കത്തര കാണിച്ചു കാണും. ഞാൻ ഒന്നും ചെയ്തില്ല മാമ. എന്നിട്ട് അവിടുന്ന് രണ്ടാമത്തെ ചെറുക്കൻ മനു ചാടി എന്റെ നെഞ്ചിലൊരൊറ്റ ചവിട്ട്. അപ്പൊ ഞാൻ തറയിൽ വന്ന് വീണ്. മണ്ട അടിച്ചാ? ഇല്ല, മൂന്നാമത്തെ ചെറുക്കൻ വന്ന് നേരെ എന്നെ എണീക്കാൻ സമ്മതിച്ചില്ല. കുനിച്ചിരുത്തി കുറേ ഇടി മാമ എന്നെ. എനിക്ക് തോന്നുന്നു നീ എന്തെങ്കിലും പോക്കെടുത്തത് അവിടെ കാണിച്ചിരിക്കും. അമ്മയാണോ മാമനാണോ ഒന്നും ചെയ്തില്ല, എല്ലാത്തിനും സഹായിക്കാൻ ഞാനാണ് നിന്നത്. എന്നിട്ട് എന്തരായി? ഇപ്പൊ ഞാൻ ഇത് കണ്ടുകൊടുത്ത നമ്മളെ ശശിയണ്ണല്ലേ, ടൈലർ ശശിയണ്ണായി. ടൈലർ ശശി അങ്ങനെ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കനായിട്ട് അടിക്കണ്ട, നിങ്ങൾ പോയി എന്ന് പറഞ്ഞ ഇവരെ മാറ്റി നിർത്തി. എന്നിട്ട് എന്നെ പിടിച്ച് എണീപ്പിച്ച് ഞാൻ ചെന്തിനെണ്ണ ഇവന്മാരെന്നെ അടിച്ചത്. അത് നിന്റെ അടുത്ത് പറഞ്ഞാൽ ശരിയാവൂല. അതെന്തടാ, എന്തെങ്കിലും വേറെ കാര്യങ്ങളുണ്ടാ? അപ്പൊ ഞാൻ പറഞ്ഞ അണ്ണ എനിക്ക് അറിയണ്ടേ എന്നെ അടിച്ചതിന്റെ കാര്യം. അങ്ങനെ പറയല്ലേ, ഈ ചെറുക്കന്മാരിട്ട ഫേസ്ബുക്കിൽ നീ എന്തിനു മറുപടി കൊടുത്തെന്ന്? അയ്യോ ഫേസ്ബുക്കിൽ എന്തരാണ് ഇട്ടത്? ചിട്ടിക്കാരി ചന്ദ്രന്റെ ഫോട്ടോ ഇട്ടിട്ട് നമ്മളെ എല്ലാമായ അച്ഛൻ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയെന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ താഴെ ഇംഗ്ലീഷിൽ ആദരാഞ്ജലികളെന്ന് എഴുതി മാമ. അയ്യോ ആദരാഞ്ജലികളെന്നും പറഞ്ഞ് എഴുതിയെന്നും പറഞ്ഞ് അടിക്കണത് മോശമല്ലേ? അത്രയും ഞാൻ ചെയ്തോളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല മാമ. അയ്യോ ഇംഗ്ലീഷിലാണ് നീ ആദരാഞ്ജലികൾ അടിച്ചത്? എവിടെ നോക്കട്ടെ, ഞാൻ മാമ നോക്കട്ടെ. ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. എടാ ചെറുക്ക, എന്തിനാ നിന്നെ ഉയരോടെ അവര് വിട്ടത് ഭാഗ്യം. ഞാൻ ആദരാഞ്ജലികളല്ലേ ഇട്ടത്. എടാ കണ്ടോളൻസ് എന്ന് അടിക്കേണ്ടതിന് പകരം നീ അടിച്ചേക്കുന്ന എന്തെങ്കിലും അറിയാം? എന്തിനാ? കൺഗ്രാജുലേഷൻ എന്ന്. അങ്ങനെയല്ലേ ഇംഗ്ലീഷില്? കൺഗ്രാജുലേഷൻ എന്ന് അടിച്ചാൽ എന്തെങ്കിലും അറിയാം? എന്തിനാ? ചന്ദ്രൻ മരിച്ചതിന് അഭിനന്ദനങ്ങളെന്നാണ് നീ പറഞ്ഞേക്കുന്നത്. തന്നെ.